അത് നമ്മൾ പറയണം. അത് ആളുകൾ വലിയൊരു പരാതിയായിട്ട് പറയുന്നുണ്ട്. മലപ്പുറത്ത് കടകൾ പൂട്ടിയിരുന്നു, വെള്ളം കിട്ടുന്നില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം ഇയാൾ പറഞ്ഞല്ലോ, എന്താണ് നമ്മളെ എസ്എൻഡിപിയുടെ മുതലാളി. അപ്പം പുള്ളിയൊക്കെ അത് പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക അതെന്തോ മനഃപൂർവ്വം പൂട്ടിയിരുന്നു എന്നാണ് പറയാ. അതല്ല, അത് സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്ത് ആ സമയങ്ങളിൽ ഒരു കട പൂട്ടിയാൽ അത് നഷ്ടക്കച്ചവടമാണ്. കാരണം എന്താണ്? അവിടെ ആ കടയിൽ വന്നു പോകാനുള്ള ആളുകളില്ല. പിന്നെ നമ്മൾ കേരളത്തിലുള്ള കടകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ആ ലോക്കൽ ബിസിനസ് തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അവിടുത്തെ പ്രധാന വരുമാനം. അല്ലെങ്കിൽ പിന്നെ വല്ല ഹൈവേയിലൊക്കെയുള്ള സാധനം അതുപോലെയുള്ള റെസ്റ്റോറന്റ്സ് ഒക്കെ ആയിരിക്കണം. അതൊക്കെ മിക്കവാറും തുറന്ന് നിൽക്കാറുണ്ട്. പക്ഷേ അല്ലാതെയുള്ള സമയങ്ങളിൽ ഈ കച്ചവടം കുറയും. കച്ചവടം കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സസ്റ്റെയിൻ ചെയ്തുകൊണ്ടുണ്ട്. ഇത്രയും തൊഴിലാളികളും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ അടച്ചിടും. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഏഹ്, അതൊരു കുറവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നാട്ടുകാർക്ക് അതൊരു കുറവായിട്ട് ഫീൽ ചെയ്യില്ല. അതാണ് അതിന്റെ പ്രശ്നം. കാരണം എന്താണ്? അവിടെ എല്ലാവരും നോമ്പെടുക്കുന്നത്. അവർക്ക് പകൽ ഭക്ഷണം വേണ്ട. യാത്ര ചെയ്യുമ്പോഴാണെങ്കിൽ അവർ അതിന്റെ കരുതൽ എടുക്കും. എന്നിട്ടാണ് പോവുക. പക്ഷേ പുറത്തുനിന്ന് ഒരാൾ ഇപ്പോൾ സപ്പോസ് അവിടെ വരികയാണ്. ഇപ്പോൾ ഞാൻ നോമ്പ് നോക്കുന്നില്ല. എനിക്ക് മലപ്പുറത്തേക്ക് പോകണം. എന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുമ്പോൾ വലിയ പ്രശ്നമാവും. അപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടാണോ എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ പറയണ്ടേ, പറയും. പക്ഷേ അതിന്റെ കാരണം മലപ്പുറത്ത് ഇത് എല്ലാവരും ഓർഗനൈസ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നു. അത് മതരാഷ്ട്രം ആയതുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അങ്ങനെയല്ല അതിനെ കാണേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത്. അതാ നാട്ടിലെ സാഹചര്യം അതാണ്. അവിടെ കച്ചവടം നടക്കാൻ അതൊരു വയബിലിറ്റി കുറഞ്ഞ സമയമായതുകൊണ്ട് അവർ നടത്തുന്നില്ല. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഞായറാഴ്ചകളിൽ ആളുകൾ കച്ചവടം നടത്തുന്നില്ല. പല കടകൾ അടച്ചിടുന്നു. അപ്പോൾ ഞായറാഴ്ച അങ്ങനെ ബോധപൂർവ്വം എന്തെങ്കിലും ചെയ്യുന്നതല്ല. ഞായറാഴ്ച ആളുകൾ ജോലിക്ക് പോകുന്നില്ല. അവിടെ ആളുകൾ അവരുടെ കൂടുതലും വീടുകളിൽ കഴിയുന്ന സമയം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കടകൾ തുറന്നു വെക്കുന്ന ഒരു അവസ്ഥ അവിടെ കുറയും. ഞായറാഴ്ചകൾ അവധിയാണ്. അതവിടെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നില്ല. ഇപ്പോൾ ഇസ്രായേലിൽ നമ്മൾ ഷബ്ബത്ത് അതിന്റെ സമയം 6 മണി കഴിഞ്ഞാൽ, അതായത് വെള്ളിയാഴ്ച 6 മണി കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാണ്. വണ്ടി പോലും കിട്ടില്ല എന്നുള്ള അവസ്ഥയാണ്. ടാക്സി പോലും ഓടില്ല. ലിഫ്റ്റ് വർക്ക് ചെയ്യാത്ത സ്ഥലങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ അവിടെ താമസിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയം ഉച്ചയ്ക്ക് 2 മണി 3 മണി ആയപ്പോഴാണ് ചെക്ക് ഇൻ ടൈം അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ഒരു 4 മണിയായപ്പോൾ എത്തി. പക്ഷേ ശനിയാഴ്ചയാണ് ഞങ്ങൾ 6:30 8 മണി വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം എന്താണ്? ശനിയാഴ്ച ദിവസങ്ങളിൽ ചെക്കൗട്ട് ടൈം അത് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം 2 മണിക്കല്ല. അത് ശബ്ബത്ത് കഴിഞ്ഞിട്ടേ അവർ പടി ഇറങ്ങുള്ളൂ എന്നുള്ളതാണ്. ഹോട്ടൽ റൂമുകളിലൊക്കെ ശബ്ബത്ത് ബട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. അത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ആരും ബെല്ല് പോലും അടിക്കില്ല. കാരണം അവിടെ ഒരു സാധനം പിന്നെ ഒന്നും വർക്കില്ല. ഒരു ഇലക്ട്രോണിക് സാധനമില്ല. ലിഫ്റ്റിൽ അവർ കയറില്ല. ബാക്കിയുള്ള ആളുകൾ കയറും കേട്ടോ. പക്ഷേ ചില സ്ഥലങ്ങളിൽ വീടുകളിൽ ഫോൺ പോലും എടുക്കില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇത് അത് അവരുടെ മത ആചാരമാണ്. ആ സമയത്ത് ബാക്കിയുള്ള ആളുകൾ അതിനോട് യൂസ്ഡ് ആണ്. എന്ന് വെച്ചാൽ അവിടെ കട തുറക്കില്ല, അവിടെ വേറെ ഒന്നും ചെയ്യില്ല. ഒരു സാധനമില്ല. ഒരു ഹർത്താൽ മാതിരി തന്നെയാണ്. കംപ്ലീറ്റ് ഷട്ട് ഡൗൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടു. ആ രീതിയിലുള്ള ഒരു ഷട്ട് ഡൗൺ ആണ്. ഇപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഭേദമാണെന്ന് നമ്മൾ പറയും. ഈ കാക്കമാരുടെ ഇത്തരം സംഗതികളൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു പോപ്പുലേഷൻ വ്യാപകമായിട്ട് അല്ലെങ്കിൽ അവർ മെജോറിറ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് അത് അവരുടെ ബിസിനസിനെ ബാധിക്കും. ഇതാണ് സംഭവിക്കുക. ഇനി ഇതിൽ മറ്റൊരു വശം എന്ന് പറയുന്നത് ഇപ്പോൾ മുഖദാർ കടപ്പുറം കോഴിക്കോട്. അവിടെ ഒരു ഉസ്താദ്മാർ വന്നിട്ട് ഒരു സാധനം പറഞ്ഞു. റമദാൻ മാസത്തിൽ കട തുറക്കുന്നവർ അത് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടൊരു ഓർഡർ കൊടുക്കും. അവിടെയാണ് നമ്മൾ ഇടപെടേണ്ടത്. അങ്ങനെ ഒരു സാധനം വ്യാപകമായിട്ട് സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് കട തുറക്കുന്ന ആളുകളെ നിർബന്ധപൂർവ്വം അടപ്പിക്കുക, അത് തല്ലിപ്പൊളിക്കുക, അല്ലെങ്കിൽ അതിനെതിരെ ഫത്വ കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ മലപ്പുറത്തുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ പറയും. അപ്പം നമുക്ക് പറയാം മലപ്പുറം ഒരു പാകിസ്ഥാനാണ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമുണ്ട്. അല്ലെങ്കിൽ അതൊരു ശരിയായ രീതിയല്ല നമുക്ക് പറയാം. അതിൽ പറയാൻ നമ്മൾ കൂടെ ഉണ്ടാവും. അല്ലാതെ ഈ തരത്തിലുള്ള ബിസിനസ് വയബിലിറ്റി അത് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, ഇതിന് സാമുദായികമായിട്ടുള്ള മറ്റ് എലമെന്റ്സ് ഒന്നും പരിഗണിക്കാതെ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ ഇത് ഹെയ്റ്റിന് വഴിവെക്കുകയാണ് ചെയ്യുക. ഇതാണ് അതിലെ പ്രശ്നം. ഇത് നമ്മൾ തിരിച്ചറിയണമെന്നാണ് നമ്മൾ ഈ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ആ ഒരു ക്ലാരിറ്റി അതിൽ കൊണ്ടുവരണമെന്ന് വിചാരിച്ചു. സാന്ദർഭികമായിട്ട് വന്നുകൊണ്ട്. ബിസിനസ് അതുപോലുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്ത് ഈ മതം തിരികുന്നത് നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം എന്നുള്ളത് തന്നെയാണ് കാക്കമാരോട് പ്രത്യേകിച്ചും എനിക്ക് പറയാനുള്ളത്. ഓക്കെ.